അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് വളരെ ഈസിയും എന്നാൽ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. അപ്പോൾ നമ്മളുടെ ഈ ഒരു റെസിപ്പിക്ക് മെയിനായിട്ട് വേണ്ടത് ഓട്സ് ആണ്. അപ്പോൾ ഓട്സ് ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ പഞ്ചസാര 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി, 2 കപ്പ് പാല്, പിന്നെ ഞാൻ ഇവിടെ 4 റോബസ്റ്റ പഴം എടുത്തിട്ടുണ്ട്. വലുതാണെങ്കിൽ 2 എടുത്താൽ മതി കേട്ടോ. പിന്നെ പശു നെയ്യ്, അത് ഞാൻ 1 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. അത്രയൊന്നും ആവശ്യമില്ല. കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഒഴിക്കുക, അല്ലെങ്കിൽ 2 ടീസ്പൂൺ ഒഴിച്ചാലും മതി. ആദ്യം നമുക്ക് പഴമൊക്കെ തൊലി കളഞ്ഞ് ചെറിയ പീസായിട്ടൊന്ന് വട്ടത്തിൽ മുറിച്ചെടുക്കാം. നന്നായി പഴുത്ത് തൊലി ഇങ്ങനെ ചെറുതായി ഇങ്ങനെ കറുപ്പ് കളർ വന്നു തുടങ്ങിയ പഴം വേണം കേട്ടോ എടുക്കാൻ. അതാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നമുക്ക് പഴമൊക്കെ തൊലി കളഞ്ഞതിന് ശേഷം ഇതുപോലെ കുറച്ച് കനത്തിൽ തന്നെ മുറിച്ചെടുക്കാം. ഇപ്പോൾ റസിയാസ് കിച്ചൻ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇപ്പോൾ 4 പഴം ഇതുപോലെ തൊലിയൊക്കെ കളഞ്ഞ് മുറിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഈ പഴം നമുക്ക് നെയ്യിലൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 2 ടീസ്പൂൺ പശു നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നെയ്യൊന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പഴം നമുക്ക് അതിലേക്ക് ചേർത്തൊന്ന് വഴറ്റിയെടുക്കാം. കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നെയ്യൊക്കെ നമുക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സും ഡ്രൈ ഫ്രൂട്ട്സും ഒക്കെ ഇതിൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിൽ വേറെ ഒന്നും ചേർക്കുന്നില്ല. അപ്പോൾ നമുക്കിനി ഈ പഴം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 1-2 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. നമുക്കിതിലേക്ക് റോബസ്റ്റ പഴത്തിന് പകരം നേന്ത്രപ്പഴമോ ചെറുപഴമോ ചേർക്കാം. പക്ഷേ കൂടുതൽ ടേസ്റ്റ് റോബസ്റ്റ പഴം ചേർക്കുമ്പോഴാണ്. ഇനി നമുക്ക് അതേ പാനിലേക്ക് തന്നെ 2 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് തിക്കായിട്ട് വേണമെന്നുണ്ടെങ്കിൽ 2 കപ്പ് പാല്, അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് 2.5 കപ്പ് അല്ലെങ്കിൽ 3 കപ്പ് പാലൊക്കെ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ലൂസായിട്ടുള്ള ആ ഒരു രീതിയിലാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഓട്സ് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്ത് അങ്ങനെ നമുക്ക് ഓട്സ് ഒന്ന് വേവിച്ചെടുക്കാം. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഡിന്നറായിട്ടോ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റമാണ് കേട്ടോ. രാവിലെ സ്കൂളിൽ പോകുമ്പോഴൊക്കെ ഫുഡ് കഴിക്കാനും മടിയുള്ള കുട്ടികൾക്ക് ഈ രീതിയിൽ ഉണ്ടാക്കി കൊടുത്താൽ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഇതിൽ നമുക്ക് പശുവിൻപാലിന് പകരം വേണമെങ്കിൽ തേങ്ങാപ്പാൽ ഉപയോഗിക്കാം. അതുപോലെ തന്നെ പഞ്ചസാരയ്ക്ക് പകരം ശർക്കര ചേർത്തിട്ടും നമുക്ക് ഉണ്ടാക്കാം. അങ്ങനെ ആകുമ്പോൾ കുറച്ചും കൂടി ഹെൽത്തി ആവും.
ഇനി നമുക്ക് ഇതിലേക്ക് നമ്മളെടുത്ത് വെച്ചിട്ടുള്ള ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാൻ അപ്ലോഡ് ചെയ്യുന്നതിൽ ഏത് ടൈപ്പ് ഫുഡാണ് നിങ്ങൾക്ക് ഇഷ്ടമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇപ്പോൾ ഓട്സൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള പഴം ചേർത്ത് കൊടുക്കാം. അപ്പോൾ പഴം ചേർത്തതിന് ശേഷം നമുക്ക് 1 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കാം. അതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ പഴം കൂടി ചേർത്തതിന് ശേഷം മധുരം നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാം. അത്യാവശ്യം മധുരമുള്ള പഴമാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പഞ്ചസാരയുടെ അളവ് കറക്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മളുടെ ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യണേ. അതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു. റസിയാസ് കിച്ചൻ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ട് കാണുന്ന ബെല്ലൈക്കനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പം ഇനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.